അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ പുട്ടുംപൊടി എങ്ങനെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു രീതിയാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. സാധാരണ എല്ലാവരും നല്ലൊരു പുട്ട് കഴിക്കാനും നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടാനൊക്കെ ഉള്ളൊരു പുട്ടുംപൊടി എന്ന് പറയുന്നത് പാക്കറ്റ് വാങ്ങുന്നതായിരിക്കും. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ. പാക്കറ്റ് പൊടിനെക്കാട്ടി നല്ല സോഫ്റ്റായിട്ടുള്ള നല്ലൊരു പുട്ടിൻ്റെ റെസിപ്പി തന്നെയാണ് ഇവിടെ പറയുന്നത്. പുട്ടും കൂടെ പുട്ടുംപൊടി കേട്ടോ, രണ്ടും ഉണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ആർക്കും ഒരു ടെൻഷനൊന്നും വേണ്ട. സാധാരണ എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ തന്നെ ആയിരിക്കും പുട്ടുംപൊടി വീട്ടിൽ തയ്യാറാക്കുമ്പം കട്ട സോഫ്റ്റ് ഇല്ലായ്മ. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം തന്നെയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് കിടക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കും ഷെയർ ചെയ്തെടുക്കാനും കൂടെ അഭിപ്രായം അറിയിക്കാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഈ പുട്ടുംപൊടി തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് സാധാ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ, പെട്ടെന്ന് വേവുന്ന തരത്തിലുള്ള റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അരിയൊക്കെ ഉണ്ടാകുമല്ലോ, അതൊരു 2 ഗ്ലാസ്. അപ്പോൾ ഞാനിവിടെ എടുത്തത് US സ്റ്റൈലിൻ്റെ അരിയാണ്. 2 ഗ്ലാസ്സിൽ കൂടുതൽ എടുക്കണ്ട കേട്ടോ. മിക്സിയുടെ ജാറും മിക്സിക്കൊക്കെ തീരുമാനമാവും. അപ്പോൾ ഈ 2 ഗ്ലാസ് തന്നെ ധാരാളമാണ്. അത് നമുക്ക് 2-3 ദിവസത്തേക്കൊക്കെ കിട്ടും. അപ്പോൾ അത് ചൂടുള്ള വെള്ളത്തിലാണ് കുതിർത്തിട്ടത്. 1-2 മണിക്കൂർ കൊണ്ട് അരി ഒന്ന് സോക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചൂടുള്ള വെള്ളത്തിൽ കുതിർത്തത്. ഇതാണ്ട് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ ഇതാണ്ട് കഴുകി വൃത്തിയാക്കി വെള്ളം ഒന്ന് വാലാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു കോട്ടൻ്റെ ഷോളിലോ തുണിയിലോ എന്തില്ലെങ്കിലും നമുക്ക് ഈ ഒരു അരി ഒന്നിങ്ങനെ വിതറിയിട്ടിട്ടൊന്ന് പരത്തി കൊടുക്കാം. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കോട്ടൻ്റെ ഈ ഒരു തുണിയിൽ ഇങ്ങനെ ഇട്ടിട്ട് പരത്തി കൊടുക്കുന്നത്. പിന്നെ പുട്ടിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള അരി എന്ന് പറയുന്നത് ചോറ്റരി തന്നെയാണ് കേട്ടോ. നമ്മൾ ചോറ് വെക്കുന്ന അരിക്ക് ചോറ്റരി എന്നാണ് പറയാറ്. പച്ചരിയിൽ പുട്ട് എനിക്ക് തീരെ ഇഷ്ടമില്ല കേട്ടോ. ഒരു കട്ടിയായിരിക്കും, അത്ര രുചിയൊന്നും ഉണ്ടാവില്ല. അപ്പോഴതെന്താ വെള്ളം ഒന്ന് പോകാൻ വേണ്ടി വെക്കട്ടെ. ആ ഒരു സമയത്തേക്ക് നമുക്ക് പുട്ടിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ടുള്ള നല്ലൊരു ബീഫ് കറിയും കൂടെ തയ്യാറാക്കിയാലോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എല്ലുള്ള ബീഫോ അല്ലെങ്കിൽ എല്ലില്ലാത്തതോ ഏത് വേണേലും എടുക്കാം. എല്ലുള്ളാകുമ്പോൾ രുചി കൂടുതലാവേ. അതൊന്ന് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുക്കറിലോട്ടേക്ക് ഒരു വലിയ തക്കാളി, 2 വലിയുള്ളി, വെള്ളുള്ളി ചതച്ചത് എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് ബീഫും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് 1 കിലോ ബീഫ് അങ്ങനെ ഉണ്ട് കേട്ടോ. ചെറുതാക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്തതാണ്. അതിനുശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം, കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇറച്ചി മസാല, ഇതാണ് അതിൻ്റെ ശരിക്കൊരു ഫ്ലേവർ. ഈ ഒരു മസാലപ്പൊടി ഞാൻ മുൻപ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണാം കേട്ടോ. അടിപൊളി ഫ്ലേവർ ആയിട്ടുള്ള മസാലപ്പൊടി തന്നെയാണ്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ശരിക്കും ഒന്ന് മിക്സ് ആക്കാം. അപ്പം ബീഫല്ലേ, പിന്നെ ഉള്ളിയൊന്നും അങ്ങനെ വഴറ്റേണ്ടൊന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ. ചിക്കനൊക്കെ ആണെങ്കിൽ ഉള്ളിയൊക്കെ വഴറ്റി കൊടുത്താൽ മതി. പിന്നെ നമുക്കിത് വേവിക്കാൻ ആവശ്യത്തിനുള്ള 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാരണം പുട്ടിനുള്ള കറിക്ക് കുറച്ച് ലൂസ് ഉണ്ടെങ്കിൽ രുചിയുള്ള കേട്ടോ. പുട്ടിനും അതുപോലെ കപ്പക്കൊക്കെ വരട്ടിയ പോലെ ബീഫ് വെച്ചാൽ അത്ര രസം ഉണ്ടാവില്ല. അതിങ്ങനെ നല്ല ലൂസായിട്ട് ഇങ്ങനെ ഒഴിച്ച് കുഴച്ച് കഴിക്കുമ്പോഴേ അതിൻ്റെ ഒരു രുചി അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതാണ്ട് ഒരു 3-4 വിസിൽ അത്രേ വന്നിട്ടുള്ളൂ. കാരണം ഇളയ ബീഫായിരുന്നു, പെട്ടെന്ന് വേവ് കേട്ടോ. അതുകൊണ്ടാണ് ഒരു 3 വിസിൽ അങ്ങനെ ഓഫാക്കിയത്. അതിനുശേഷം ഒരല്പം മല്ലിയിലയും കൂടെ തൂവി കൊടുത്താൽ സംഭവം കറി റെഡി ആയിട്ടോ. എന്ത് എളുപ്പമാണല്ലേ ബീഫ് കറിയൊക്കെ തയ്യാറാക്കാനായിട്ട്. ഇത് മാറ്റി വെക്കട്ടെ. എന്നപ്പോഴത്തേക്ക് നമ്മുടെ അരിയൊക്കെ സെറ്റായിട്ടുണ്ട്, വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ടൊക്കെ ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കരുത്, പകുതി ആയിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. പച്ചരിയൊക്കെ ആണെങ്കിൽ ഒരു 3 ഗ്ലാസ് 4 ഗ്ലാസ്സൊക്കെ അങ്ങനെ എടുക്കണമെങ്കിൽ കുഴപ്പമില്ല, പെട്ടെന്ന് പൊടിഞ്ഞിട്ടല്ലോ. ഇത് ചോറ്റരി ആയതുകൊണ്ട് കുറച്ചൊരു കട്ടിയായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് 2 ഗ്ലാസ് എടുത്താൽ മതി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മിക്സിക്ക് പണി കിട്ടും കേട്ടോ. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഈ ഒരു അളവിൽ 2 ഗ്ലാസ്സിൽ തന്നെ, ചെറിയ ഫാമിലി ആണെങ്കിൽ നമുക്കിത് 2-3 ദിവസത്തേക്ക് ഈ ഒരു പൊടി കിട്ടും. വലിയ ഫാമിലിയൊക്കെ ആണെങ്കിൽ ഇത് ഒരു ദിവസം കൊണ്ട് തന്നെ തീരും കേട്ടോ. സാധാരണ ഞാൻ നാട്ടിൽ നിന്നൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് ഉമ്മ എനിക്ക് എപ്പോഴും ഇങ്ങനത്തെ ചോറ്റരിൻ്റെ പുട്ടുംപൊടിയാണ് 5 കിലോ ആണെങ്കിലും 10 കിലോ ആണെങ്കിലൊക്കെ ഇതേപോലെ തന്നെ പൊടിച്ചിട്ട്, അവിടെ പിന്നെ മില്ലൊക്കെ ഉണ്ടാകുമല്ലോ, മില്ലിൽ ഒന്നിച്ച് പൊടിച്ചിട്ട് ഇങ്ങനെ വറുത്തിട്ടൊക്കെ ആയിരിക്കും എനിക്ക് ഇങ്ങോട്ട് തരിക. അപ്പോഴും നമുക്ക് ചീത്താവാതെ കുറേ കാലം കിട്ടുകയും ചെയ്യും. പച്ചരിൻ്റെ പുട്ട് അത്ര ഒരു രുചിയൊന്നും ഉണ്ടാവില്ല. അതിന് രുചി കൂട്ടാനായിട്ട് ചോറ് അരച്ച് ചേർക്കണം. അത് അത്ര ഒരു രുചി ഉണ്ടാവില്ല. നമുക്കതുപോലെ കുഴച്ചിരിക്കണമെങ്കിൽ ഒരുപാട് സമയം പതുക്കെ ഇരുന്നിട്ടൊക്കെ ഇങ്ങനെ മിക്സ് ആക്കണം, അല്ലാതെ അതിങ്ങനെ കട്ട കുത്തും അങ്ങനത്തെ ഒക്കെ ഉണ്ട്. ഇതാകുന്ന സമയത്ത് അങ്ങനത്തതൊന്നുമില്ല കേട്ടോ. നമുക്ക് ഒരുപാട് നേരം ഇതിങ്ങനെ കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതാണ്ട് അരി മുഴുവനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വറുക്കാനായിട്ട് നമുക്ക് അത്യാവശ്യം ഒരു വലിയൊരു പാത്രത്തിലോട്ടൊക്കെ ഇട്ട് കൊടുക്കണം. എന്താ അറിയോ, എന്നാലേ നമുക്കത് ശരിക്കും ആ ഒരു വറവ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ചെറിയ പാത്രത്തിലൊക്കെ ഇട്ട് വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വറവ് സെറ്റാവില്ല. പിന്നെ ഇത് പൊടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് പത്തിരിപ്പൊടി പോലെ നൈസായിട്ട് പൊടിക്കരുത്, ഒരു തരിതരിങ്ങനായിട്ട് കിട്ടുന്ന രീതിക്കായിരിക്കണം കേട്ടോ പൊടിക്കാൻ. പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടും, കുഴപ്പമൊന്നുമില്ല. നമുക്കത് കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും.
ഇനി നമുക്ക് വറുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിക്ക് വറുത്തെടുക്കണം. കൈ എടുക്കാതെ വേണം കേട്ടോ വറുത്തെടുക്കാൻ. ഈ ഒരു പുട്ടുംപൊടി തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും. പക്ഷെ ഒന്നുകൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് എൻ്റെ ഉമ്മയൊക്കെ ചെയ്യാറ് കപ്പൻ്റെ പൊടി ഉണ്ടല്ലോ, ഉണക്കക്കപ്പ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. അത് ഈ ഒരു അരി പൊടിക്കാൻ മില്ലിലേക്ക് കൊടുക്കുമ്പോൾ കൂടെ കപ്പൻ കൂടെ ചേർത്ത് കൊടുക്കും. അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അതിൻ്റെ സോഫ്റ്റ് എന്ന് പിന്നെ പറയാനൊരു വാക്കുകളില്ല, ഭയങ്കര രുചിയായിരിക്കും. ഇതിനെക്കാട്ടി രുചിയാണ്. അപ്പോൾ കപ്പൊക്കെ ഉണക്കക്കപ്പൊക്കെ കിട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അരി പൊടിക്കുന്ന സമയത്ത് ഉണക്കക്കപ്പയും കൂടെ ചേർത്ത് കൊടുക്കാൻ മറക്കരുതേ. അത് അടിപൊളിയാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ ശരിക്കും ഒന്ന് വറുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ എഴുതാണ്ട് ഒരു അരിപ്പാത്രത്തിലിട്ടിട്ടൊന്ന് ഒന്ന് തരിച്ചു കൊടുക്കുകയാണ്. കാരണം പുട്ടിന് തരിക്കാനുള്ള അരിപ്പൊന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ. പുട്ടിനും ഇല്ല, പത്തിരിപ്പൊടിക്കും ഇല്ല. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഈ ഒരു ഒട്ടക്കൊട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇതാണുള്ളത്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അരിച്ച് കഴിയുകയും ചെയ്യും. അപ്പോൾ ഇതാണ്ട് ആ ഒരു അരിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ബാക്കി കുറച്ച് മണിമണിയായിട്ടുള്ളതുണ്ടല്ലോ, അത് വീണ്ടും മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ചിട്ട് വീണ്ടും ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടില്ലായിരുന്നു, ആ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഓഫാക്കിയിട്ട് തരിച്ചെടുക്കേണ്ടവർക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ അപ്പോൾ ഞാൻ ചെയ്തതുപോലെ പെട്ടെന്ന് പണി തീരാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങനെയും ചെയ്യാം കേട്ടോ. എങ്ങനെയായാലും കുഴപ്പമില്ല. പക്ഷേ നമുക്ക് വറവ് കറക്റ്റായിരിക്കണം, നല്ല രീതിക്ക് വറുത്തെടുക്കണം. എന്നാലേ നമുക്കിത് പിന്നെ ചീത്താവാതെ കിട്ടുകയും ചെയ്യുള്ളൂ. പിന്നെ അത് മാത്രമല്ല നല്ലൊരു സോഫ്റ്റിലോട്ടേക്ക് നമുക്ക് കിട്ടുകയും ചെയ്യുള്ളൂ. അപ്പോൾ അരിച്ചൊക്കെ കഴിഞ്ഞാലും വീണ്ടും നമ്മൾ വറുക്കുമല്ലോ, അപ്പോഴിങ്ങനെ മണിമണിയായിട്ട് വീണ്ടും ഉണ്ടാവും. പക്ഷേ അത് വീണ്ടും എടുത്തിട്ട് പിന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് പിന്നെ നമ്മൾ കുഴയ്ക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ വറവൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ നല്ല വറുത്തെടുത്ത പൊടിയാണ് കേട്ടോ അപ്പോൾ റെഡി ആയത്. അപ്പോൾ ഇനി ഞാനിത് പുട്ടിനുള്ളത് കുഴയ്ക്കുകയാണ്. പുട്ടിന് വേണ്ടതിന് ആവശ്യത്തിന് ഒരു പാത്രത്തിലോട്ടേക്ക് എടുക്കുക. അതിന് ശേഷം ഒരല്പം ഉപ്പും പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച പോലെ ആരും ഒഴിക്കല്ലേ, എനിക്ക് പിന്നെ ഇതിൻ്റെ ഉണ്ടാക്കിയ ശീലമായതുകൊണ്ട് എനിക്കറിയാം അതിലേക്ക് എത്ര വെള്ളം വേണം എന്നുള്ളത്. അപ്പോൾ പുതിയതായിട്ട് ചെയ്യുന്ന ആൾക്കാർ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് മിക്സാക്കുക. ഇത് മിക്സാക്കാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് മിക്സായി കിട്ടും. ആ വെള്ളം ഒന്ന് എല്ലാ സ്ഥലത്തോട്ടേക്കും പിടിക്കുന്ന രീതിക്കൊന്ന് മിക്സാക്കാനേ ഉള്ളൂ. അല്ലാതെ മറ്റേ വെള്ള പുട്ടുംപൊടി നമ്മൾ പിന്നെ കുഴയ്ക്കല്ലോ, അതുപോലെയുള്ള ഒരു പണിയും ഇല്ല കേട്ടോ. അപ്പോൾ ഒക്കെ ഒന്ന് മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ്സോളം ഞാനിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. കാരണം ചോറ്റരീൻ്റെതല്ലേ, ഇത് നല്ല വെള്ളം കുടിക്കും നമുക്ക്, പച്ചരീൻ്റെ പോലെ അല്ലല്ലോ. അതൊന്ന് മാറ്റി വെക്കട്ടെ. അപ്പോൾ പുട്ടുംപൊടി ഒന്ന് ശരിക്കും ചൂട് തണിഞ്ഞതിന് ശേഷം ഞാനൊരു പാത്രത്തിലോട്ടേക്ക് ഇട്ടിട്ട് മാറ്റി വെക്കുകയാണേ. അപ്പോൾ എനിക്കിത് ഈ ഒരു 2 ഗ്ലാസ് ഒരു 3 തവണ പുട്ട് ചുടാനുള്ള ഒരു ക്വാണ്ടിറ്റിക്ക് ഉണ്ട് കേട്ടോ. നമ്മൾ 4 പേരാണ്. അപ്പോൾ അതാണ്. കൂടുതൽ ഫാമിലി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഇത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ തീരും. ചെറിയ ഫാമിലിക്കാണെങ്കിൽ ധാരാളമാണ് കേട്ടോ 2 ഗ്ലാസ്. അപ്പോൾ ഇതാണ്ട് ഞാനൊരു ബോട്ടലിലാക്കിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് എളുപ്പമല്ലേ പുട്ടുംപൊടി തയ്യാറാക്കാനായിട്ട്. നല്ല പുട്ട് തന്നെ നമുക്ക് വീട്ടിൽ കഴിക്കുകയും ചെയ്യാം. പാക്കറ്റ് പൊടിയൊന്നും അപ്പോഴും വാങ്ങൊന്നും വേണ്ട കേട്ടോ. 10 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ വീണ്ടും തുറന്നത്. അപ്പോൾ വെള്ളമൊക്കെ കറക്റ്റായിട്ട് തന്നെ ഉണ്ട്. വെള്ളം വേണ്ടവർക്ക് വീണ്ടും കുറച്ചൊരു വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തിട്ടൊന്ന് വീണ്ടും ഒന്ന് മിക്സ് ആക്കാം കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ മണിമണിയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കൈവച്ച് പതുക്കെ ഒന്ന് തൊടുമ്പോഴത്തേന് തന്നെ അതൊന്ന് ഉടഞ്ഞ് കിട്ടും. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. എൻ്റെ അടുത്ത് ചിരട്ടപ്പുട്ടിൻ്റെ ആ ഒരു അച്ചാണ് ഉള്ളത്, അതിൽ വെച്ചിട്ടാണ് ഞാനിവിടെ പുട്ട് തയ്യാറാക്കുന്നത്. ഫസ്റ്റത്തെ ലെയറിൽ തേങ്ങയും പിന്നെ അടുത്തത് പുട്ടുംപൊടിയും പിന്നെ വീണ്ടും തേങ്ങ, അങ്ങനെ ആ രീതിക്കാണ് ഇതങ്ങനെ. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെ ആണല്ലോ അല്ലേ. നേരെ കുക്കറിൻ്റെ മുകളിലോട്ടേക്ക് വെച്ചെടുക്കുക, ആവി കയറ്റുക, സംഭവം റെഡിയായി. അപ്പോൾ ഇതൊക്കെ ആകുന്ന സമയത്ത് ഒന്നൊക്കെ തിന്നാൽ മതി, വയറ് ഫുള്ളാവും. അപ്പോൾ നല്ല തേങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ പുട്ടിൻ്റെയൊക്കെ സ്വാദ് കുറച്ചുകൂടെ കൂടും കേട്ടോ. എനിക്കിപ്പോൾ വാങ്ങിയത് നല്ല തേങ്ങയായിരുന്നു കിട്ടിയത്. നല്ല തേങ്ങ കിട്ടിയാൽ പിന്നെ ഒരു രക്ഷയില്ല. ഉമ്മ നാട്ടിൽ നിന്ന് വറുത്തായ്ക്ക കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലത്തെ വറുത്തായ്ക്ക ഇവിടെ കിട്ടൂല കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ പറയുമ്പോൾ നല്ല നേരിയായിട്ടുള്ളതൊക്കെ അരിഞ്ഞിട്ടുള്ള വറുത്തായ്ക്ക. ഇവിടുത്തതൊക്കെ വാങ്ങുന്ന സമയത്ത് നല്ല കട്ടിയായിട്ടായിരിക്കും. പറയും കോഴിക്കോടത്തെ ബനാന ചിപ്സാണ്, കോഴിക്കോടൻ ഹൽവക്കാണെന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് തിന്നു നോക്കുമ്പോൾ മനസ്സിലാകുമല്ലോ ഇത് നമ്മുടെ നാട്ടിലത്തതല്ലാന്ന്. അപ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ വറുത്തായ്ക്ക കിട്ടുമ്പം തേങ്ങയും കൂടെ കുറച്ച് ശർക്കര ഉണ്ടെങ്കിൽ പൊളിയായിരിക്കും കേട്ടോ. തേങ്ങ, ശർക്കര, വറുത്തായ്ക്ക ഇത് 3ഉം കൂടെ കഴിക്കുമ്പോൾ ഭയങ്കര രുചിയാണ് കേട്ടോ. അത് നല്ല മധുരമുള്ള തേങ്ങ കൂടെ ആണെങ്കിൽ പിന്നെ പറയണ്ട. അപ്പോൾ ഇതാണ്ട് പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് പൊടിച്ച് കാണിച്ചു തരാം. ഇത് നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടാണ് അറിയാം ഇവിടെ റെഡിയായത്. നാട്ടിലൊക്കെ റേഷൻ കടയിൽ നിന്നൊക്കെ നല്ല ചോറ്റരിയൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു അരി കിട്ടുന്ന സമയത്ത് നിങ്ങളൊരു 5 കിലോ അങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ടൊന്ന് പിന്നെ മില്ലിൽ കൊടുത്തിട്ട് പൊടിപ്പിച്ച് വെച്ചാൽ മതി.
അവിടുന്ന് തന്നെ അവർ വറുത്ത് തരികയും ചെയ്യും. അപ്പം പിന്നെ അത് വറുക്കാനുള്ളൊരു പണിയുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ സോഫ്റ്റായിട്ട് ഒന്നുകൂടെ വേണമെങ്കിൽ ഉണക്കക്കപ്പ വാങ്ങാൻ കിട്ടും. അതും കൂടെ അതിലേക്ക് ഒരു 5 കിലോ ആണെങ്കിൽ ഒരു കിലോ കപ്പയും കൂടെ അതിലോട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ കൊടുത്താൽ മതി. ഉമ്മക്ക് അങ്ങനെയാണ് ചെയ്യാറ്. അതാണ് ആ ഒരു അളവിൽ തന്നെ ഞാൻ പറഞ്ഞത്. അപ്പോൾ നല്ല ആ ഒരു ബീഫ് കറിയും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ എൻ്റെ പടച്ചോനെ മാഷാഅല്ലാ അടിപൊളി ടേസ്റ്റാണ്. ബീഫ് കറിയും പുട്ടും ഒരു രക്ഷയില്ല കേട്ടോ, അടാറ് കോമ്പിനേഷനാണ്. അതിനുശേഷം ബാക്കിയുള്ള പുട്ടൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. അപ്പോൾ ഇതാണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്, പുട്ടും പൊടിയും. അപ്പോൾ ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്ക്. അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. കൂടെ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ബായ്, അസ്സലാമു അലൈക്കും.